പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ സജ്ന, നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം അധ്യാപികയാണ്. അടിസ്ഥാന ശാസ്ത്രം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? അപ്പോൾ എന്താണ് അടിസ്ഥാന ശാസ്ത്രം എന്ന് നാം അറിയേണ്ടതുണ്ട്. അതെ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അടിസ്ഥാന ശാസ്ത്രം. അതാണ് നാം ഇതുവരെ പഠിച്ചതും ഇനി പഠിക്കാനായി പോകുന്നത്. ഇവിടെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിൽ 2 ഭാഗമായിട്ടാണ് പുസ്തകം ഉള്ളത്. 1ാം ഭാഗത്തിൽ 5 അധ്യായങ്ങളുണ്ട്. അതിൽ 1ാമത്തെ അധ്യായം മണ്ണിൽ പൊന്നു വിളയിക്കാം. ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, എന്താണ് മണ്ണിൽ വിളയുന്ന പൊന്നെന്ന്? അതെ, കൃഷിയെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഈ പാഠഭാഗം. കൃഷിയെക്കുറിച്ചും കൃഷിയിലെ നൂതനമായ ആശയങ്ങളെക്കുറിച്ചുമെല്ലാം നാം ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അല്പം ക്ഷമയും നല്ല മനസ്സും ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും മണ്ണിൽ പൊന്നു വിളയിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ ഒക്കെയായിട്ട് ഒരു തൈയെങ്കിലും നട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ആ തൈ നടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരിക്കും? അതെ, എത്രയും പെട്ടെന്ന് ആ ചെടി വളർന്ന് ഇലകളൊക്കെ വന്ന് പൂക്കളും ഒക്കെയായി നിറയെ കായ്ഫലം തരുന്ന ഒരു ചെടിയായി മാറണം എന്നല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചെടി, നല്ല കായ്ഫലം ലഭിക്കുന്ന ചെടി നമുക്ക് കിട്ടാൻ നാം എന്ത് ചെയ്യും? അതായത് കൃഷിയിൽ നല്ല വിളവ് ലഭിക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? ആ ചോദ്യത്തെ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ ചോദിക്കാം. നല്ല വിളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ഉത്തരങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ. 1, മികച്ച പരിചരണം. അതായത് മികച്ച പരിചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യം വേണ്ട ജലസേചനം നടത്തുക, കൃത്യമായ ഇടവേളകളിൽ ചെടിക്ക് വളപ്രയോഗം നടത്തുക, സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തായിരിക്കണം ചെടിയെ നടേണ്ടത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മികച്ച പരിചരണം. അടുത്തത് വളക്കൂറുള്ള മണ്ണ്. വിത്ത് നടുമ്പോൾ മണ്ണിനെ നാം അറിയേണ്ടതുണ്ട്. ഒരു സസ്യം വളരാൻ അത്യാവശ്യം വേണ്ട ലവണങ്ങൾ അടങ്ങിയ മണ്ണായിരിക്കണം നാം നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത പോയിന്റ്, അനുയോജ്യമായ കാലാവസ്ഥ. എല്ലാ പച്ചക്കറികൾക്കും ഒരേ കാലാവസ്ഥയല്ല വേണ്ടത്. ഇപ്പോൾ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള പച്ചക്കറികൾ ശൈത്യകാല വിളകളാണ്. എന്നാൽ വെണ്ട, മത്തൻ, പയറ് പോലെയുള്ളവ വേനൽക്കാല വിളകളും. അപ്പോൾ ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചായിരിക്കണം നാം കൃഷിയെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത് കീട നിയന്ത്രണവും കള നിയന്ത്രണവും. ഒരു ചെടി വളരാൻ തുടങ്ങുന്നത് മുതൽ കീടങ്ങൾ അതിനെ ആക്രമിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഒരുപാട് കീടനിയന്ത്രണ മാർഗങ്ങളുണ്ട്. അവ സ്വീകരിച്ച് ആ ചെടിയെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അതുപോലെ കളകളെ പറിച്ചു മാറ്റുക. കളകൾ എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്നിടത്ത്, കൃഷിയിടത്തിൽ ആവശ്യമില്ലാതെ വരുന്ന ചെടികളെ നമ്മൾ പറിച്ചു മാറ്റി കളകളെയും നിയന്ത്രിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ഗുണമേന്മയുള്ള വിത്ത്. ഒരു കൃഷി സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പോയിന്റാണ് ഇപ്പം പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലും വിത്ത് ഗുണമേന്മയുള്ളതല്ലെങ്കിൽ നല്ല ഒരു വിളവ് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട്
വിത്തും നടീൽ വസ്തുക്കളും നാം തിരഞ്ഞെടുക്കുമ്പോൾ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾ കുറിച്ചു വെക്കുക. ഇനി അടുത്തതായിട്ട് നല്ല ഒരു വിത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് വിത്ത് വേണം. ആ വിത്ത് എങ്ങനെയുള്ള സസ്യങ്ങളിൽ നിന്നായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്? ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിക്കുക. നല്ല കായ്ഫലമുള്ള സസ്യത്തിൽ നിന്നാണോ നാം വിത്ത് തിരഞ്ഞെടുക്കാറുള്ളത്? അതോ അത്ര തന്നെ കായ്ഫലമില്ലാത്ത സസ്യമാണോ നാം വിത്തിനായി തിരഞ്ഞെടുക്കുക? ആരോഗ്യമുള്ള ചെടിയിൽ നിന്നാണോ അല്ലെങ്കിൽ രോഗബാധയുള്ള ചെടിയുടെ വിത്താണോ നാം എടുക്കാറുള്ളത്? ഒരു സസ്യത്തിന്റെ ആദ്യകാലങ്ങളിലെ ഫലങ്ങളിൽ നിന്നോ അതോ മധ്യകാലത്തിലെ ഫലങ്ങളിൽ നിന്നാണോ അതുമല്ലെങ്കിൽ അവസാന കാലത്തിലെ ഫലത്തിൽ നിന്നാണോ നാം വിത്തെടുക്കാറുള്ളത്? ഇനി നമുക്ക് നിങ്ങൾ കണ്ട കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം. വിത്തെടുക്കാൻ അനുയോജ്യമായ സസ്യം എന്ന് പറയുന്നത് ആദ്യമായി നല്ല കായ്ഫലമുള്ള സസ്യത്തിൽ നിന്നാണ് നാം വിത്ത് തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തേത് ആരോഗ്യമുള്ള ചെടിയുടെ വിത്തായിരിക്കണം നാം തിരഞ്ഞെടുക്കുക. രോഗബാധയുള്ള ചെടിയുടെ വിത്ത് നാം തിരഞ്ഞെടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ രോഗബാധയില്ലാത്ത നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടിയുടെ വിത്ത് വേണം തിരഞ്ഞെടുക്കാൻ. മൂന്നാമത്തേത് മധ്യകാല ഫലങ്ങളിൽ നിന്നുള്ള വിത്തായിരിക്കണം. എന്താണ് മധ്യകാലം? ഒരു ചെടിയുടെ ജീവിതചക്രത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ട്. ആദ്യകാലം, മധ്യകാലം, അവസാനകാലം. ആദ്യകാലം എന്ന് പറയുമ്പോൾ ആ ചെടിയിൽ ആദ്യമായി പൂക്കുന്ന കായ്ക്കുകയൊക്കെ ചെയ്യുന്ന കായ്ഫലം. ആദ്യമേ ഉണ്ടാകുന്ന കായ്ഫലത്തിൽ നിന്നും ഒരിക്കലും നാം വിത്തിനായി എടുക്കരുത്. പിന്നെ അവസാനകാലം എന്ന് പറയുമ്പോൾ ആ ചെടി അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ ചെടിക്ക് ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെ വിത്തും നാം തിരഞ്ഞെടുക്കാനായി പാടില്ല. ഇനി ഈ 2 കാലങ്ങൾക്കിടയിലുള്ള മധ്യകാലം, അതാണ് ആ ചെടി ആരോഗ്യത്തോടെ വളരുന്ന സമയം. ആ സമയത്തെ വിത്താണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളെല്ലാവരും പല വിത്തുകളും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വിത്തുകളെ പരിചയമുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് കുറച്ച് വ്യത്യസ്തമായ വിത്തുകളാണ്, അല്ലേ? അവയിൽ ചെറിയ വിത്തുകളുണ്ട്, വലിയ വിത്തുകളും ഉണ്ട്. എന്നാൽ ഇവ വലിപ്പത്തിൽ മാത്രമല്ല വ്യത്യാസമുള്ളത്, അവ നടുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഉണ്ടല്ലേ? എന്താണത്? അതെ, ചെറിയ വിത്തുകളായ ചീര, വഴുതന, ഇവ നമ്മൾ എങ്ങനെയാണ് സാധാരണയായിട്ട് നടാറുള്ളത്? അതെ, പ്ലാസ്റ്റിക് ബാഗുകളിൽ നമ്മൾ അതിനെ പാകി മുളപ്പിച്ചതിന് ശേഷം മുളച്ചു കഴിഞ്ഞ ആ തൈയ് എവിടെയാണോ നടേണ്ടത് അങ്ങോട്ടേക്ക് മാറ്റി നടാറാണ് പതിവ്, അല്ലേ? മുളപ്പിച്ചതിന് ശേഷം പറിച്ചു മാറ്റി നടുന്നു. എന്നാൽ മത്തൻ, പാവൽ പോലെയുള്ളവ നമ്മൾ എങ്ങനെയാണ് നടാറുള്ളത്? നേരിട്ട് മണ്ണിലേക്ക് കൃഷി ചെയ്യുന്നു, അല്ലേ? എവിടെയാണോ നാം നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിലമൊരുക്കി അങ്ങോട്ടേക്ക് നേരിട്ട് നടാറാണ് പതിവ്. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള വിത്തുകളെ അല്ലെങ്കിൽ ചെടികളെ മുളപ്പിച്ചതിന് ശേഷം പറിച്ചു നടാവുന്നവ എന്നും നേരിട്ട് മുളപ്പിക്കാവുന്നവ എന്നും 2 കോളങ്ങളിൽ വർഗീകരിച്ച് പട്ടികപ്പെടുത്തുക. നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ഇത് എഴുതി പൂർത്തീകരിക്കുക.
ഇതുവരെയുള്ള പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ ടേക്ക് കെയർ.